തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഏതാണ്ട് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകോപിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വർദ്ധിത ആവേശത്തോടെ പങ്കെടുക്കാൻ പോവുകയാണ്. വളരെ ശക്തിയായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ തിരിച്ചുവരവ് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റും സ്ഥാപനങ്ങളും നേടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സർവതല സ്പർശിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ പ്രചാരണത്തിലൊന്നും മുന്നോട്ട് തിരുവനന്തപുരം നഗരസഭയിലടക്കം മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടക്കും. അത് ഞങ്ങളെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം പരിപൂർണമായ അർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സര രംഗത്തേക്ക് സർവശക്തി ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് പോകും. ഒരു മുൻ MLA തന്നെ അവർ ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്നു. അങ്ങനെ CPM-ന് എന്ത് സ്ട്രാറ്റജിയാണ് മാഷെ ഇപ്രാവശ്യം? ഞങ്ങൾക്ക് ഏത് സ്ഥാനത്തുള്ളവരെയും ഇറക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. മുനിസിപ്പാലിറ്റി അല്ല കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് വളരെ ഫലപ്രദമായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഉറപ്പായ ജയം അതാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അത് ഓരോ പ്രഖ്യാപനം ഒന്നും ഞാൻ മുമ്പേ പറഞ്ഞാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അല്ല, ബാക്കിയെല്ലാം നമ്മൾ തന്നെ നിലവിലുള്ളതാണ്. അതെല്ലാം ശക്തിപ്പെടുത്തുകയുള്ളൂ. അതായത് തിരുവനന്തപുരം നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം, കൊല്ലത്ത് എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കണം, തൃശ്ശൂരും അതുപോലെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വരും. പുതുതായിട്ട് കണ്ണൂരാണ് പിടിക്കേണ്ടത്. അതിനുള്ള നല്ല ശ്രമം തന്നെയാണ് കണ്ണൂർ നടത്താൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ശക്തമായ മത്സരം കോൺഗ്രസ് കാഴ്ചവെക്കുന്ന അവർ പറയുന്നു. BJP വലിയൊരു ശക്തിയായിട്ട്. അല്ല, അത് എപ്പോഴെങ്കിലും ആരെങ്കിലും കാഴ്ചവെക്കില്ല പറയുന്നുണ്ടോ? പക്ഷേ ജയിച്ചു വരുമ്പോൾ നമ്മൾ ജയിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാണ് സ്വഭാവം. അതുകൊണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കും. ആയിക്കോട്ടെ, അതും കുഴപ്പമില്ല. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അങ്ങനെ പ്രമുഖരാരെല്ലാം ഉണ്ടോ CPM-ന്? ഞങ്ങളെല്ലാം പ്രമുഖരാണ്. ആരാ പ്രമുഖരല്ലാതെ? എല്ലാവരും പ്രമുഖ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. പോരെ?